പ്രിൻസ്, മറ്റൊരു വാർത്ത, ഈ മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ തുടരുകയാണല്ലോ. ഈ പടയപ്പയെ തുരത്താനുള്ള നടപടികൾ ഇന്നും തുടരുമെന്നറിയുന്നു. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലുള്ള കൊമ്പനെ മറയൂർ മേഖലയിലേക്ക് എത്തിക്കാനാണ് നീക്കമെന്നറിയുന്നു. ഇത് ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ തുരത്തുന്ന നടപടികൾ? നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ട് ആനയെ ഏത് രീതിയിൽ തുരത്താനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ നടപടികൾ എവിടെ വരെ എത്തി? അശ്വതി, പടയപ്പയ്ക്ക് പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ പടയപ്പയെ വനമേഖലയിലേക്ക് ആകർഷിച്ച് അവിടെ എത്തി ഉൾവനത്തിലേക്ക് കടത്തിവിടാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. കൃത്യമായ നിരീക്ഷണം എല്ലാ സമയങ്ങളിലും ആനയെ നടത്തും. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ ജനവാസ മേഖലയോട് ചേർന്നാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. ഈ പ്രദേശത്തു നിന്നാണ് ഇന്നലെ ഡ്രോൺ നിരീക്ഷണമൊക്കെ നടത്തിയത്. തുടർന്ന് ആനയുടെ സഞ്ചാരം രാത്രിയും പകലും ഇല്ലാതെ കൃത്യമായി നിരീക്ഷിക്കും. പ്രത്യേകം നിയോഗിതരായ സംഘത്തിനൊപ്പം മൂന്നാർ RRT സംഘവും ചേർന്നാണ് നിരീക്ഷണം നടത്തുന്നത്. ഇത്തരത്തിൽ കൃത്യമായി ഈ ആനയെ മറയൂർ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് അവിടെ ഉൾവനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വനമേഖലയിലേക്ക് തുരത്താനാണ് ശ്രമിക്കുക. അല്ലാതെ മറ്റു രീതിയിൽ ആനയെ വേഗത്തിൽ ജനവാസ മേഖലയിൽ നടത്തുന്നുള്ള നടപടികൾ സ്വീകരിക്കത്തില്ല. പ്രത്യേകിച്ചും ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളായിരിക്കും പ്രധാനമായും വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഇനിയും റോഡുകളിലേക്കും ഒപ്പം തോട്ടം മേഖലയിലെയും കാർഷിക മേഖലയിലും ഒക്കെ കടക്കാതെ ഈ തോട്ടം മേഖലയിലൂടെ തന്നെ ഈ വനമേഖലയോട് ചേർന്ന് പോകുന്ന ഒരു സജ്ജീകരണമായിരിക്കും, രീതിയായിരിക്കും ഈ നിരീക്ഷണം തുടരുന്നത്. എന്തായാലും നിരീക്ഷണം തുടർന്ന് കൃത്യമായി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൾവനത്തിലേക്ക് കയറ്റിവിടുകയും പിന്നീട് തുടർച്ചയായി നിരീക്ഷിച്ച ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങളുമായിരിക്കും വനംവകുപ്പ് സ്വീകരിക്കുക. അശ്വതി, അതാണ് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകുക. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാകുന്നത്, ഈ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുമ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പോലെ പെട്ടെന്ന് ദ്രുതഗതിയിലുള്ള ഒരു നടപടിയിലേക്കല്ല വനംവകുപ്പ് നീങ്ങുന്നത് എന്നുള്ളതാണ്. വളരെ മയത്തിൽ പടയപ്പയ്ക്ക് മതപ്പാടൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വന്നിരുന്നു. വലിയ ആക്രമണം നടത്തിയിരുന്നു, പെട്ടിക്കടകൾ തകർക്കുന്നതൊക്കെ സ്ഥിരമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകോപനം ഉണ്ടാക്കാതെ വളരെ ഓരോ പടിപടിയായുള്ള കാട്ടിലേക്ക് കയറ്റി വിടുക അല്ലെങ്കിൽ വഴി മാറ്റി വിടുക എന്നുള്ളതാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വനം വകുപ്പ്. അതിനാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നാണ് പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്.